പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ്, കോട്ടകളെ ഇടിയുക. ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വചനം കൊണ്ട്, സത്യവചനം കൊണ്ട് ദുഷ്ടൻ്റെ നുണകളെ മാറ്റി സിയോനിലേക്കുള്ള മലയുടെ മുകളിലേക്ക് കയറുവാൻ വേണ്ടിയാണ് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നത്. ജീവിതം അനുഗ്രഹം തന്നെയാണ്. ദൈവസന്നിധിയിൽ സമാധാനവും സമൃദ്ധിയും അനുഗ്രഹങ്ങളും തരാൻ അവൻ തയ്യാറാണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ക്രിസ്തുവിൽ കൂടെ ആയിരിക്കണം. അത് ദൈവത്തിന് നിർബന്ധമാണ്. അതുകൊണ്ട് ഇതുവരെ നമ്മൾ നാവ് കൊണ്ട് വേണ്ടാത്തത് പറഞ്ഞതിനെ നെഗേറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. കർത്താവ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. കർത്താവ് പറയുന്നത് എൻ്റെ അടുപ്പിന് 1 പത്രോസ് 2:24. പലപ്പോഴും ഈ വചനങ്ങൾ കേൾക്കുമ്പം സ്റ്റേജ് 4 ആയിരിക്കുന്ന ക്യാൻസർ പോലും മാറിക്കിട്ടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, വചനം വ്യക്തമായിട്ട് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുക. പല പ്രാവശ്യം കേട്ടുകൊണ്ടേ ഇരുന്നാൽ ദൈവം അതിൽ പ്രവർത്തിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഫിലിപ്പിയർ 1 പത്രോസ് 2:24 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. രോഗികൾക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിനക്ക് സൗഖ്യം ഞാൻ തന്നിരിക്കുകയാണ്. പക്ഷെ നീ വാങ്ങിച്ചെടുക്കുന്നതിന് തടസ്സം വേറെ ആരുമല്ല, നിൻ്റെ ഉള്ളിലുള്ള സംശയങ്ങൾ. കാരണം ഇന്ദ്രിയങ്ങൾ പറയുന്നു എനിക്ക് സുഖമില്ലെന്ന്, ഡോക്ടേഴ്സ് പറയുന്നു എനിക്ക് സുഖമില്ലെന്ന്. പക്ഷേ അബ്സല്യൂട്ട് ട്രൂത്ത് പറയുന്നത്, ഞാൻ കാൽവറി ക്രൂശിൽ 39 അടി കയറുന്നതിന് മുമ്പ് 39 അടി ഉണ്ടപ്പോൾ ഞാൻ നിൻ്റെ രോഗം, നിൻ്റെ ക്യാൻസർ, നിൻ്റെ ബന്ധനം, നിൻ്റെ ശാപം ഏറ്റെടുത്തു. അപ്പോൾ പിന്നെ ഒരു എക്സ്ചേഞ്ച് കൊടുക്കുകയാണ്. എൻ്റെ രോഗത്തിന് എങ്ങനെ ദൈവത്തിന് കൊടുക്കുക? പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയോ എൻ്റെ അഴുക്ക് എങ്ങനെ ദൈവത്തിന്. നമ്മളെല്ലാം അങ്ങനെയല്ല, നല്ലതെന്തെങ്കിലും കൊണ്ട് ദൈവത്തിന് കൊടുക്കണമെന്നില്ല നമ്മുടെ എല്ലാ ആഗ്രഹം. പക്ഷെ കർത്താവ് അങ്ങനെയല്ല പറയുന്നത്. അത് മനസ്സിലാക്കണം. നിനക്ക് ഒരു നന്മ തന്നെത്താനൊന്നും ഇല്ല കുഞ്ഞ്. നിൻ്റെ ബലഹീനത അല്ലെങ്കിൽ രോഗമായിരിക്കും, കടബാധ്യമായിരിക്കും, പ്രശ്നമായിരിക്കാം, അതെനിക്ക് തിരിച്ചതാണ്. ഞാൻ ഈ ക്രൂഷ്യൽ വരുമ്പോൾ എക്സ്ചേഞ്ച് എടുക്കുകയാണ്. യു ഗീവ് ഇറ്റ് ടു മീ യുവർ പ്രോബ്ലം. നിൻ്റെ രോഗം, നിൻ്റെ ബന്ധനം, നിൻ്റെ ശാപം, നിൻ്റെ ഭവനത്തിൻ്റെ വിഷമത എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മനസ്സുകൊണ്ട് കണ്ടിട്ട് അവിടുന്ന് ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ അനുഗ്രഹം ഇങ്ങോട്ട് ഒഴുകുന്നതായിട്ട് കാണണം. ഇറ്റ് ഈസ് ഡൺ ഓൾറെഡി. 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഈ സത്യം എത്ര പറഞ്ഞാലും മനുഷ്യൻ്റെ ശരീരം മനസ്സിലാക്കത്തില്ല. എനിക്കതാണ് ഇത് പഠിച്ചെടുക്കാൻ ഞാനും ഒരു ആയുസ് എടുക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മൾ എത്ര പഠിച്ചാൽ ഈ ഇന്ദ്രിയങ്ങൾ ആത്മാവിനെതിരായിട്ടങ്ങ് ഈ നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം വരച്ച് തിന്ന നാൾ തൊട്ട് ആത്മാവിന് ജീവനില്ലാതെ മാറി. അതുകൊണ്ടാണ് കർത്താവ് ദുഃഖിച്ച് പറയുന്നത്, എൻ്റെ ജനം ഒരുപോലെ അറിവില്ലായ്മയാൽ നശിച്ചു പോകുന്നു. അല്ലാതൊന്നുമല്ല, അറിവില്ലായ്മ. ആർക്കും അറിയത്തില്ല ഈ സത്യം. ഇപ്പം ഞാൻ തന്നെ 10 പ്രാവശ്യം നമ്മളോട് പറയാം, നമ്മൾ പുതിയ സൃഷ്ടിയായി, നമ്മുടെ മേൽ രോഗമില്ല, നമ്മുടെ മേൽ കടബാധ്യതയില്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, സ്വർഗം തുറന്ന് കീറി എനിക്കുള്ളത് എൻ്റെ വീട്ടിൽ കൊണ്ടുതരും. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെന്നിരിക്കട്ടെ. ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യമേ നെഗറ്റീവ് ചിന്ത കയറി വരും. അത് നാച്ചുറലാണ്, കാരണം ലോകം അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ അതിനെ വേരോട് പറിച്ചെടുത്ത് കളയുന്നതിലാണ് ബലം ഇരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ എത്രമാത്രം ആഴമുണ്ടെന്നുള്ളത് അവനവനെ അറിയത്തുള്ളൂ. ഏതൊരു വൃക്ഷവും പല പ്രാവശ്യം വലിച്ചു കഴിയുമ്പോൾ അത് പറഞ്ഞു പോകുമെന്ന്. ഇപ്പോൾ ഒരു വലിയ വൃക്ഷം പണ്ട് കാലങ്ങളിൽ വെട്ടിയിടണമെങ്കിൽ ഒരു 100 വെട്ടുകൊണ്ടൊന്നും അത് വീഴത്തില്ല. പക്ഷേ ഒരു 105-ാമത്തെ വെട്ടിലായിരിക്കും വീഴുന്നത്. വെട്ടിക്കൊണ്ടിരിക്കുക. ലാസ്റ്റിലൊരു വീഴ്ചയുണ്ടല്ലോ, ഒരു പതനം. ഈ ജഡം മരിക്കണമെന്നേ ആത്മാവിന് പ്രവർത്തിക്കണം. അതാണ് ജീവൻ്റെ ആത്മാവ് പറയുന്നത്. അപ്പോൾ 1 പത്രോസ് 2:24 രോഗികൾക്ക്, നാം പാപം സംബന്ധിച്ച് മരിച്ചു. എന്തിനു മരിച്ചെന്നാ പറഞ്ഞ്? പാപം ഉണ്ടെങ്കിലേ രോഗം വരത്തുള്ളൂ കേട്ടല്ലോ. സ്വർഗത്തിൽ ആർക്കും രോഗമില്ല. അപ്പം പാപം ഇല്ലാത്തടത്ത് രോഗം വരത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് രോഗം വരുന്നത് പാപം ചുറ്റും കറങ്ങിക്കിടക്കുന്നുണ്ട്. നാം പാപം സംബന്ധിച്ച് മരിച്ചു. നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ചവിട്ടിൽ നിന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ട് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ചവിട്ടി വന്ന് നിന്നു. നമ്മളെ തന്നെ ആ കാലിപ്പുറത്തോട്ട് മാറ്റി വെക്കുന്നേ. നമ്മുടെ കുഞ്ഞുങ്ങളെ വലിച്ചടിച്ചാണ് ഇപ്പുറത്ത് കൊണ്ട് വെക്കുക. ദൈവം കേൾക്കും അത്. നാം പാപം സംബന്ധിച്ചു മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന്. നീതിക്ക് ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ്. എൻ്റെ പാപത്തെയും രോഗത്തെയും അങ്ങോട്ട് കൊടുത്തപ്പം ക്രിസ്തുവിൻ്റെ പുതിയ വസ്ത്രം എന്നെ ഉടുപ്പിച്ചെന്ന്. ഇതിന്മേൽ ബ്ലെമിഷസ് ഇല്ല, ഇതിന്മേൽ അഴുക്കില്ല, ഇതിന്മേൽ കറയില്ല. ഇത് വസ്ത്രം ഞാൻ മാറിപ്പോയി. ഈ ആളുകൾ തന്നെ നമ്മൾ ഓർക്കുന്നില്ലേ, സാധാരണ നമ്മളൊരു നൈറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പക്ഷെ നമ്മൾ രാജകീയ കൊട്ടാരത്തിലല്ലേ പ്രസിഡൻറ്റിനെയോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിനെയോ കാണാൻ പോകുമ്പോൾ അതിന് ഉചിതമായ വസ്ത്രം കൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു ഗമയാണ് ഇല്ലേ?
ഈ പത്മശ്രീയൊക്കെ കൊടുക്കുമ്പം ഈ റോഡിൽ കൂടെയൊക്കെ പിന്നെ വൃക്ഷം നട്ട് വളർത്തിയവരെയും ഒരു ചെറിയ ഇന്നോവേറ്റീവ് പ്രായം ചെന്ന സ്ത്രീകളെ ഒരു നല്ല വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് അവർ പ്രസിഡന്റ് മുമ്പിൽ വന്ന് നിൽക്കുമ്പം ആ പഴയ സ്ത്രീക്ക് വ്യത്യാസം വരും. ബിക്കോസ് വസ്ത്രത്തിന് വ്യത്യാസമുണ്ട്. വസ്ത്രം അപ്പാരൽ ഓഫ് പ്രൊക്ലെയിംസ് ഹൂ യു ആർ. അതായത് അതായത് നീ എടുത്ത വസ്ത്രം നിന്നെ വെളിപ്പെടുത്തുമെങ്കിൽ ഞാൻ മാറി, എൻ്റെ വസ്ത്രം യേശുവിൻ്റെതായി. ഇപ്പം വസ്ത്രം മാറണം. ദിനം പ്രതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വസ്ത്രം മാറണം. തീർത്തും അത് ചെയ്തിരിക്കണം. ഇതിനോ ഡ്യൂപ്ലിക്കേഷനൊന്നും ഇല്ല. അതുകൊണ്ടാണ് നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ, ആരുടെ? യേശുവിൻ്റെ ശരീരത്തിൽ എൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എൻ്റെ പാപം അവൻ ഏറ്റെടുത്തു എന്ന് 1000 വട്ടം പറ. എൻ്റെ രോഗം ഇത് ഈ എക്സ്ചേഞ്ച് അതായത് ബാർട്ടർ സിസ്റ്റമാണ്. ഇത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തരും, അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ. എനിക്കൊന്നും നല്ലത് കൊടുക്കാനില്ല. എൻ്റെ രോഗവും ബലഹീനതയും അവിശ്വാസവും അന്ധകാര ശക്തിയുടെ തന്ത്രവും എന്നൊക്കെയാണ് എന്നെ വലട്ടുന്നത്. അതെല്ലാം അങ്ങോട്ട് കൊടുക്കുക. അവൻ്റെ അടിപ്പിണരുകളാൽ അവന് 39 അടി കൊണ്ടപ്പോൾ എന്നെ കണ്ടെന്ന്. അവൻ്റെ അടിപ്പിണരുകൾ എൻ്റെ രോഗമെന്ന് കണ്ടു. എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ഉഴന്ന് നടക്കുന്ന ആടുകൾ, ഈ ഇടയനില്ലാത്ത ആടുകളുടെ സ്ഥിതി എത്ര, അമ്മയപ്പന്മാരില്ലാത്ത മക്കളുടെ ഗതികേട് എന്തൊരു വലുതാണെന്നറിയാമോ? ഓരോന്നും നമ്മൾ കാണും. അപ്പനില്ലാതെ അമ്മയില്ലാതെ കുഞ്ഞുങ്ങൾ ഉഴഞ്ഞ് നടക്കുക, ചോദിക്കാൻ ആരുമില്ല. അപ്പനില്ലാത്ത കുടുംബം നാശമാണ്. അതിൽ നിന്ന് ദൈവമേ നീ രക്ഷിക്കണേ. അമ്മയില്ലാത്ത കുടുംബത്തിൽ വിളക്കില്ല. ദൈവമേ അങ്ങനെ ഉണ്ടാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, സംശയമില്ല. കർത്താവ് പറയുന്നത് നമ്മുടെ പാപങ്ങളെയും രോഗങ്ങളെയും നമുക്കെതിരായിട്ട് ദിനംപ്രതി കുറ്റം പറയുന്ന പിശാചിനെ കൊളോഷ്യൻസ് 2:15 ഉപയോഗിച്ചിട്ട് നമ്മൾ വെട്ടിമാറ്റി, കർത്താവ് വെട്ടിമാറ്റിയതിൽ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കൊരു അനുഗ്രഹം, വിക്ടറി തന്നു കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ മുകളിൽ, എൻ്റെ കുടുംബത്തിൻ്റെ മുകളിൽ ഈ ജീവൻ്റെ കൊടി ഉയർത്തി കഴിഞ്ഞെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ കാണണം. കൊടി ഇങ്ങനെ പൊങ്ങുന്നതായിട്ട് പൊങ്ങി ദൂരെ നിന്ന് പിശാചിന് കാണാം ഈ കൊടി പൊങ്ങുന്നത്. അപ്പോൾ ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് ഡിക്ലെയർ ഇറ്റ്. ഈ കൊടി ഉണ്ടെങ്കിൽ പിന്നെ ആ കൊടിയുടെ കീഴേ നിന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ നേരത്തെ കൊടികളെക്കുറിച്ച് പഠിപ്പിച്ചായിരുന്നു. ബാനർ ഇസ്രായേൽ ജനതയ്ക്ക്, യഹൂദന്മാർക്ക് 12 ഗോത്രങ്ങളുണ്ട്. ഓരോ യുദ്ധത്തിനും മീറ്റിങ്ങിനും ഒക്കെ കൂടുമ്പം, പ്രെയർ മീറ്റിംഗ്, അവരവരുടെ ബാനറിൻ്റെ കീഴേ വന്ന് നിൽക്കും. അങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കാം. അപ്പോൾ നമ്മൾ പറയേണ്ടത്, ആദ്യമേ കർത്താവ് പറയുന്നു, ഈ 1 പത്രോസ് 2:24 വെച്ച് യേശു പറയുന്നു, എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. അപ്പം കർത്താവ് പറയുന്നു, നിൻ്റെ പാപം ഞാൻ ഏറ്റെടുത്തു, നിൻ്റെ രോഗം ഞാൻ ഏറ്റെടുത്തു, നിൻ്റെ വേദനകൾ എൻ്റെ ദേഹത്തെ 39 അടിയായിട്ട് കൊണ്ടു കഴിഞ്ഞു. അതിനാൽ ഇനി ഇതൊന്നും നീ ഉൾക്കൊള്ളണ്ട. ആ ഒരു എക്സ്ചേഞ്ച് കൊടുക്കുമ്പോഴേ അത് വെർച്വലി നമ്മളത് ചെയ്യണം. ദിനംപ്രതി കർത്താവെ തരുന്നു, എനിക്കുള്ളത് തരുന്നു എന്ന് പറയാതെ അത് സംഭവിക്കത്തില്ല. ദാറ്റ് എക്സ്ചേഞ്ച് ഈസ് അതാണ് കീ. ആ താക്കോൽ അതാണ്. ഈ സ്ത്രീകളുടെ കൊണ്ട്, അയ്യോ എൻ്റെ ആൻറ്റി ഞാനെങ്ങനെ അത് ചെയ്യുന്നത്, എൻ്റെ ഈ വല്ല പറയാൻ വയ്യാത്ത ഈ വേദന വല്ലവരും യേശുവിനോട് ഇങ്ങനെ കൊടുക്കുന്ന നാണംകേടല്ലേ, അങ്ങനെ പറയുന്നവരുണ്ട്. എൻ്റെ ഈ രോഗം എങ്ങനെ യേശുവിനെ ഏൽപ്പിക്കുന്നത്, യേശുവിന് വേറെ വേദനയുണ്ട്, പിന്നെ എൻ്റെയും കൂടെ അങ്ങനെ ഏൽപ്പിക്കുന്നത്. ഇതൊക്കെ ഫോൾസ് ഹ്യൂമിലിറ്റി അല്ലേ? അവൻ പറയുന്നു നിൻ്റെ വേദന എനിക്കിതാ. അപ്പോൾ നമ്മുടെ ഈ ബലഹീനത അല്ലെങ്കിൽ എൻ്റെ രോഗം, മറ്റുള്ളവരോട് പറയാൻ വയ്യാത്ത ഈ ഭാരം ഞാൻ യേശുവിന് കൊടുക്കുക എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് കാണുമ്പം അങ്ങേയറ്റത്തെ വിനയമാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. ഞാനാകുന്ന ഈ എന്നെ നീ അല്ലാതെ ഒരാൾക്ക് സൗഖ്യമാക്കാനോ ശുദ്ധീകരിക്കാനോ എന്നെ നടത്താനോ സാധിക്കത്തില്ല. നിൻ്റെ വെളിച്ചം പകരണമെങ്കിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ അങ്ങോട്ട് കൊടുക്കുന്നത്. ഞാനത് കഴിഞ്ഞ ദിവസം ഞാനൊരിടത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോയി. പ്രാർത്ഥിക്കുമ്പോൾ 4th സ്റ്റേജ് ക്യാൻസർ. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി കുറച്ച് നേരെ പറഞ്ഞുള്ളൂ. കാരണം അതുപോലെ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ആത്മാവ് പറഞ്ഞിട്ടുമാണ് പോയത്. പരിശുദ്ധാത്മാവ് പറയാതെ പോയിട്ട് ഒരു കാര്യമില്ല. പരിശുദ്ധാത്മാവ് പോകാൻ നിർബന്ധം പറഞ്ഞുകൊണ്ട് പോയി. വളരെ മരണത്തിൻ്റെ ആസനത്തിരിക്കുന്ന ആ കൊച്ചിനോട് ഞാൻ പറയുന്നു, എക്സ്ചേഞ്ച് ചെയ്യുക. ഈ സമയത്ത് കൊടുക്ക്. നിൻ്റെ രോഗം, ബ്രസ്റ്റിൻ്റെ വേദനയാണോ കൊടുക്ക്, ദേഹത്തെ വേദനയാണോ കൊടുക്ക്, ശരീരത്തിൻ്റെ വേദനയാണോ, മരണം എന്ന ഭയമാണോ കൊടുക്ക്. നീ ആ എക്സ്ചേഞ്ച് ചെയ്യാതെ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു.
അത് കൊടുക്ക് കുട്ടി, നിൻ്റെ മനസ്സുകൊണ്ട് കാണ്. നിൻ്റെ ഈ വലിയ രോഗം യേശു ഏറ്റെടുക്കുന്നതായിട്ട് കണ്ണുകൊണ്ട് അങ്ങോട്ട് കണ്ടിട്ട് അവിടുന്ന് ജീവൻ്റെ രക്തം എൻ്റെ മേലോട്ട് ഒഴുകിയിട്ട് അവനെ കൊണ്ട് എന്നെ നിറയ്ക്കുന്നു, അവനെ തന്നെ എന്നിലാക്കുന്നു. അത് കാണുന്നുണ്ട്. ഈ ഒരു കാഴ്ചയാണ് വലിയ ശുശ്രൂഷ. ഇത് പറയുമ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നു കുട്ടിയോട്, എന്ത് നീ കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇപ്പം പകുതി ആശ്വാസം. അപ്പോൾ ഞാൻ നിർത്തി കറക്റ്റ് ചെയ്യിപ്പിച്ചു. പകുതിയോ? യേശു പകുതിയായിട്ട് തരുന്ന ദൈവമോ? ഇത് ഞാനല്ലേ ചെയ്യേണ്ടത്, നീ ചെയ്യണം, ഞാൻ പറയുന്നല്ലേ ഉള്ളൂ. പകുതിയായിട്ടാണോ യേശു ചെയ്യുന്നത്? പൂർണ്ണമായിട്ടും കൊടുക്ക് കുട്ടി, പൂർണ്ണമായിട്ടും നീ കൊടുക്കേ. അത് പറയുമ്പം നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ദൈവം ഇത് നടക്കുന്നു. കാരണം നമുക്ക് അന്നേരം ഒന്ന് നമ്മൾ വിശ്വാസത്തിൽ ഇങ്ങനെ പറയുകയാണ്, നമുക്ക് അറിഞ്ഞുകൂടെ അപ്പുറത്ത് നടക്കുന്നത് എന്താണെന്ന്. പക്ഷേ വിളിച്ച വിശ്വസ്തനായ യേശുവിൻ്റെ പേരിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ എന്തോ നടക്കുന്നുണ്ടെന്നല്ല നമുക്ക് അറിഞ്ഞുകൂടെ എന്നാ നടക്കുന്നതെന്ന്. അപ്പം കുറേ നേരം കഴിഞ്ഞു, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു, അതിൻ്റെ ശബ്ദം മാറി, അതിൻ്റെ രൂപം മാറി, വേദന മാറി, എല്ലാം കഴിഞ്ഞ് വെച്ച് ഞാൻ തിരിച്ചു പോരുന്നു. പക്ഷെ തിരിച്ചു പോകുന്നു എങ്കിലും വൈകിട്ട് വരെ എൻ്റെ ചിന്ത അപ്പോൾ സംഭവിച്ചു, ദൈവം എന്താണ് സംഭവിച്ചത്? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നീ എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ പോയി ചെയ്തു, തിരിച്ചു വന്നു. വേറെ ഒന്നും എനിക്ക് ഉത്തരവില്ല. അപ്പോൾ ഇത് അറിയണം, എന്താണ് അപ്പുറത്ത് സംഭവിച്ചത് എന്നറിയാനുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ അന്തരാത്മാവിനുണ്ട്. അപ്പുറത്തെന്തോ നടന്നു, ആത്മാവ് അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്കറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞു, ഒന്നും അറിയുന്നില്ല, എന്തെങ്കിലും ആട്ടെ, ദൈവം അറിയാം, ഏതായാലും ഞാൻ അനുസരിച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ പിറ്റേ ദിവസം ആ കുട്ടിയുടെ സാക്ഷ്യം എനിക്ക് അയച്ചു തന്നു. ആ കുട്ടിക്കുണ്ടായ ഉള്ളിലുള്ള അന്തരാത്മാവിൽ നടന്ന സംഭവങ്ങൾ അത് കേൾക്കുമ്പം നമ്മൾ തരിച്ചിരുന്നു. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം. നമ്മൾ തൊടുകയാട്ടെ പറയുകയാട്ടെ ഒന്നും ചെയ്തില്ല, വചനം കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് മാത്രമേ ചെയ്തു. വചനം കൊണ്ട് ആ കുട്ടിയിലുണ്ടായ മാറ്റം കണ്ടപ്പോൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം ആ കുട്ടി ഇത്രമാത്രം സ്നേഹിച്ചല്ലോ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ പറയുന്നത്, നമ്മളിൽ ഓരോരുത്തരും ഈ ആത്മീക വരമുണ്ട്. യേശു എന്തെങ്കിലും ഒരാളെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുക, ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ പറയുക. പണമാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ദൂഷ്യം ഞാൻ കണ്ടിരിക്കുന്നത്, രോഗങ്ങളെ മൂർധന്യാവസ്ഥ ചെയ്യുമ്പം എല്ലാവരും കാശ് പിരിച്ചു ഒരാൾ ചിലപ്പോൾ 1000 രൂപ 1000 രൂപ കൊടുത്തു കഴിയുമ്പോൾ അവൻ്റെ ജോലി തീർന്നു പോകും, ഞാൻ ചെയ്തു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ആർ യു നോട്ട് ബ്രൈബിങ് ദ ലിവിങ് ഗോഡ്? അതിന് പകരം ആ കൊച്ചിൻ്റെ മേളിൽ അടുക്കച്ചെന്ന് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ നീ കൊടുക്കുന്ന 1,00,000 രൂപയെക്കാട്ടിലും വിലയല്ലേ? ഇപ്പോൾ ഇതൊക്കെ സൂതിങ്ങാണ്, ഇതൊക്കെ ഒരു എളുപ്പ വഴിയാണ്. ഞാനൊരു 10,000 കൊടുത്തു, അതോടെ എൻ്റെ ജോലി തീർന്നു. അപ്പോൾ നമ്മളും വിചാരിച്ചു അവർ 10,000 രൂപ തന്നു, വേറൊരാൾ 1,00,000 രൂപ. അയ്യോ, അവരെന്തൊരു ദാനധർമ്മി. ഗോഡ് ഈസ് ടെല്ലിങ് ഹിയർ, യു ഗോ ദേർ ആൻഡ് സിറ്റ് വിത്ത് ഹിയർ വൺ ഡേ. നിനക്ക് എത്ര സൗകര്യം ഞാൻ തന്നില്ല, നീ അവിടെ പോയി ഒരു ദിവസം ഒന്ന് ഇരിക്കുക. പല പ്രാവശ്യം പറഞ്ഞിട്ട് അതിന് പകരം 10,000 രൂപ കൊടുത്ത് ഞാൻ ഗമ പറഞ്ഞുകൊണ്ട് നടക്കുക. ഇതാണിപ്പം എവ്രിവെയർ ഡ്യൂപ്ലിക്കേഷൻ. വളരെ സങ്കടകരമാണ്. യേശുവിൻ്റെ ഹൃദയത്തിനകത്ത് കലർപ്പില്ല കേട്ടോ. യേശു ചെയ്യാൻ പറയുമ്പോൾ അങ്ങ് ചെയ്തേക്കുക. അതിൻ്റെ മഹത്വവും ദൈവം എടുത്തോട്ടെ, ഗ്ലോറി. പക്ഷേ ദൈവം നമ്മളെ മാനിപ്പിക്കേണ്ടിപ്പോൾ അവൻ മാനിപ്പിച്ചോളും. ഇതൊക്കെ ദൈവത്തെ അനുസരിക്കുന്നവർക്കുള്ള സത്യങ്ങളാണ് ഞാൻ വിളിച്ചു പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതികരുണയോടെ ഞങ്ങൾ നിൻ്റെ സന്നിധി, പുള്ളിങ് ഡൗൺ ദ സ്ട്രോങ് ഹോൾസ്, ദുഷ്ടൻ കൊണ്ടാക്കി വെച്ചിരിക്കുന്ന സകല കോട്ടകളും ജെറിഹോ മതിലിൻ്റെ വോൾ ഇടിഞ്ഞ പോലെ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ USSRൻ്റെ വോളുകൾ ഇടിഞ്ഞു പോയതുപോലെ, ബെർലിൻ വോൾ ഇടിഞ്ഞു പോയതുപോലെ ഇടിഞ്ഞു പോകുന്നു, ഇടിഞ്ഞു പോയിരിക്കുന്നു. ശത്രു എത്ര വലിയവനെന്ന് വിചാരിച്ചാലും മല പോലെ തോന്നിയ പർവ്വതം അതിൻ്റെ അടിസ്ഥാനം ഇളകിക്കഴിഞ്ഞപ്പം പറന്ന് ആത്മാവിൽ ശക്തിയോടെ മാറിപ്പോയി, നീ അഗാധമായ സമുദ്രത്തിൽ വീഴുക എന്ന് സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ സമുദ്രത്തിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു കർത്താവേ. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ വഴി ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരു പുതിയ വഴി. നേരത്തെ ആ വഴി ഉണ്ടായിരുന്നു, പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ ചിന്ത കൊണ്ട് ആ വഴി കാണാൻ വയ്യായിരുന്നു. ഹാഗാറിൻ്റെ മുൻപിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഭാരം മാത്രം കണ്ടുകൊണ്ടിരുന്നവർ വെള്ളം ഒഴുകിയത് കണ്ടില്ല. എന്നാൽ ദൈവം അവളുടെ മകൻ്റെ ശബ്ദം കേട്ട് അബ്രഹാമിൻ്റെ സന്തതിയായി ഇസ്മായേലിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഹാഗാറിനോട് മനസ്സലിവ് തോന്നി. അവിടെ കണ്ണ് തുറന്നപ്പോൾ അവിടെ മുൻപിൽ കൂടെ ഇതാ വെള്ളം ഒഴുകുന്നു. അങ്ങനെ തന്നെയാണ് അടുത്ത ജാതിയിൽപ്പെട്ടവർക്ക് പോലും അത് ചെയ്തു എങ്കിൽ ഞങ്ങളാകുന്ന മക്കൾ
നിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഈ നദി തുറന്നു തന്ന് അഗാധമായ സമുദ്രത്തിൻ്റെ ആഴക്കത്ത് നിന്ന് നിന്നിട്ട് വെള്ളം അനുഭവിക്കാതെ മരിച്ചു പോകുന്ന എത്രയോ പേര്. വെള്ളം എൻ്റെ മുമ്പിലുണ്ട്, പക്ഷെ എനിക്കെടുത്ത് കുടിക്കാൻ ഒക്കുന്നില്ല. അതാണല്ലോ ഇഗ്നറൻസ്, അറിവില്ലായ്മ. ഈ വെള്ളം ഫ്രീ ആയിട്ട് ദാനമായിട്ട് തന്ന എടുത്തു കൊടുക്കുക. ഇതിന് പണം ഒരു ബന്ധനമായി, രോഗികൾക്ക് പൈസ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സൂതിങ് ഇഫക്റ്റായിട്ട്, എളുപ്പ വഴിയായിട്ട് മാറിയിരിക്കുക. അവർക്ക് വേണ്ടി പണ്ട് കാലങ്ങളിൽ ഒരു ഭവനത്തിൽ ചെന്ന് 3 ദിവസം ഉപവസിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. യോബിൻ്റെ ജീവിതത്തിൽ 7 ദിവസം കൂട്ടുകാർ വന്ന് ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ആ കാലം മാറിപ്പോയോ കർത്താവേ? ഇന്നും അങ്ങനെയുള്ളവരില്ലേ കർത്താവേ? ദൈവം പറഞ്ഞാൽ അനുസരിക്കുന്നവർ എത്ര പേരുണ്ട്? മുറിക്കകത്ത് അടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അതിന് വഴി ഒരുക്കിയിരിക്കുകയാണ്. വിശ്വസിച്ച് കാല് പുറത്തോട്ട് വെക്കുക, ദൈവം വഴി നിരപ്പാക്കി തരും. അങ്ങനെ അവൻ മുൻപേ പോയി ഇരുമ്പോടാമുകളെ ഖണ്ഡിച്ച് താമ്രവാതിലെ ഉടച്ചു മാറ്റി നിനക്ക് മുമ്പേ വഴി ഒരുക്കി വെച്ചിരിക്കുന്നത് കാണുന്നില്ലേ? കയറിപ്പോവുക, മുൻപോട്ട് കയറിപ്പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കുടുംബമായിട്ട് കയറിപ്പോട്ടെ, ഓരോ കുടുംബം കയറിപ്പോട്ടെ എല്ലാവരും തോട്ടത്തിനകത്തോട്ട്. ആദ്യം നഷ്ടപ്പെട്ട ഏദൻ തോട്ടം ദൈവം തിരിച്ചു തരുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. അത് ഞങ്ങൾ നിന്നിൽ പ്രാപിച്ചെടുക്കുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. തലമുറകളുടെ മേൽ ഐശ്വര്യമായിട്ട് ചെന്ന് വീഴുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.